ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ വീണ്ടും ഒരു കൃഷിയുമായിട്ടാട്ടോ വന്നിരിക്കണത്. എൻ്റെ പീച്ചിലൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പീച്ചിലൊക്കെ പുതിയ പീച്ചിലൊക്കെ നട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. പഴയ വള്ളികളൊക്കെ ഉണങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ പീച്ചിലാണ് കേട്ടോ. അവിടെയൊക്കെ പീച്ചിൽ തൂങ്ങി നിൽക്കണുണ്ടല്ലേ. ഇത് കൈപ്പക്കയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കുപ്പിയിൽ ഇറക്കി കൊടുക്കണം. കുപ്പിയിൽ ഇറക്കി കൊടുക്കാത്ത എല്ലാ പച്ചക്കറിയും കേടുന്ന് പോവുകയാണ് പ്രാണികൾ കുത്തിയിട്ട്. ഇതൊക്കെ കൈപ്പക്ക കേട്ടോ. കൈപ്പക്ക തൂങ്ങി നിൽക്കണ കണ്ടില്ലേ. അപ്പം ഞാൻ വീണ്ടും കൃഷിയിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പീച്ചിലാണ്. എൻ്റെ തക്കാളിയൊക്കെ പൂവിട്ട് കായ തുടങ്ങിയിട്ടോ. കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നിറയെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയിലൊക്കെ. അപ്പം മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് നന്നാവാതെ നിൽക്കുന്നത്. മഴ കൊണ്ടാണ്. വെയിൽ ഉണ്ടെങ്കിലുള്ളൂ തക്കാളിയൊക്കെ എല്ലാം ഉഷാറായിട്ടുണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. വെയിലത്ത് ഇതൊക്കെ മാറ്റി വെച്ചപ്പോൾ ഇതൊക്കെ ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറലില്ല, മഴയില്ലേ. അതുകൊണ്ടാണ് എല്ലാ ചട്ടിയിലും കാടും പുല്ലൊക്കെ കയറിയിട്ടുണ്ട്. ഇന്നതൊക്കെ ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ കണ്ടില്ലേ. പിന്നെ വഴുതനയുണ്ട് കേട്ടോ. വഴുതന ഞാനൊക്കെ വെട്ടിക്കൊടുത്ത് നിർത്തിയതാണ്. പക്ഷേ വലിയൊരു ഉഷാറായില്ല കേട്ടോ വഴുതനയൊന്നും. ഇവിടെയൊക്കെ ഓരോ വഴുതനയൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ. ഇത് കളഞ്ഞിട്ട് പുതിയ തയ്യ് നടാണെന്ന് ഞാൻ കരുതുന്നത്. പുതിയ തയ്യ് വാങ്ങിക്കൊടുന്ന് നട്ടുണ്ടാക്കണം. ഇതൊക്കെ പറിച്ച് കളയണം. ഞാൻ എൻ്റെ വഴുതനങ്ങയും ഈച്ചയിലൊക്കെ കണ്ടില്ലേ. ഈച്ചയിലൊക്കെ കേട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഇന്നലെ നടന്നു പോരുമ്പോൾ എനിക്ക് കൈപ്പക്കൻ്റെ തയ്യ് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഞാനത് പറിച്ചു കൊടുന്നിട്ട് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചു. ഇനിയിപ്പോൾ ഇത് ഈ പെട്ടിയിൽ ഒന്ന് നട്ടു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ കൈപ്പക്ക ഉണ്ട് നട്ടത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു കുഴിയൊക്കെ എടുത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൽ വെച്ച തയ്യാണ് കേട്ടോ. ഇന്നലെ പറിച്ചു കൊടുന്ന് വെച്ചതാണ്. ഇന്നാണ് നടുന്നത്. 3 കൂടി ഒരു കുഴിയിലാണ് വെക്കുകയാണ് കേട്ടോ. വേറെ കുഴിയൊന്നും വെക്കണില്ല. അതിൻ്റെ മുകൾക്ക് ചാണകപ്പൊടിയും മണ്ണും പാടെ മിക്സ് ചെയ്തിട്ടതാണ്. അതും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അവിടെ കിടന്നുണ്ടാവട്ടെ. മഴയാണല്ലോ, വാടൂല. നല്ല മഴയാണ് ഇവിടെ. ടെറസിൽ നടക്കാൻ പേടിയാണ് കേട്ടോ. നല്ല വെഴുക്കലാണ്. പിന്നെ എൻ്റെ കാന്താരി കാണണം നിങ്ങൾക്ക്. ഇതാണ് വൈലറ്റ് കാന്താരി. ഇഷ്ടപ്പെട്ടോ? നല്ല എരിവാണ് കേട്ടോ. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എനിക്കിത് പറിക്കാൻ തോന്നില്ല. ഇതാണ് പച്ച കാന്താരി. കണ്ടില്ലേ. ഇതും നല്ല എരിവുള്ള കാന്താരിയാണ്. ഇത് മഞ്ഞ കാന്താരിയാണ് കേട്ടോ. ഇതൊന്നും എനിക്ക് പറിക്കാൻ തോന്നില്ല കേട്ടോ. ഞാനിതൊക്കെ ഇങ്ങനെ നിർത്തുകയാണ്. പക്ഷേ ഇതോരോ പക്ഷികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ടുപോവാണ് ഈ കാന്താരിക്കതിമെന്ന്. എനിക്കാണെങ്കിൽ ഇത് പറിക്കാനും തോന്നില്ല. എനിക്കിതിങ്ങനെ ഉണ്ടായി കാണണം. അതാണ് എനിക്കിഷ്ടം കേട്ടോ. പറിക്കണത് ഇഷ്ടമല്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക.